ജമീമയുടെ വേറൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണുന്നുണ്ട്. അതായത് ജമീമ അവരുടെ വീട് സച്ചിൻ ടെണ്ടുൽക്കറുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. 2011 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയപ്പോൾ, സച്ചിൻ 24 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യ ഏകദിന ലോകകപ്പ് കിരീടം നേടിയപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് ജമീം പറയുന്നത്, ജമീമക്ക് അന്ന് 11 വയസ്സായിരുന്നു. ജമീം നോക്കുമ്പോൾ പുറത്ത് സച്ചിൻ്റെ വീടിന് മുമ്പിൽ ഭയങ്കര ജനക്കൂട്ടാണ്. അവിടെ ഒരു ദീപാവലി പോലെയാണ്, ആളുകൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അന്നേ അവർ തീരുമാനിച്ചു എനിക്കൊരു ക്രിക്കറ്റർ ആവണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോ കാണുകയുണ്ടായി. അപ്പം ജമീമ ശരിക്കും ഒരു വലിയൊരു പോസിറ്റീവ് കഥയാണ്. കാരണം ഈ ടീമിൽ നിന്നും ആദ്യത്തെ മത്സരങ്ങളിൽ ഡെക്കിൻ്റെ പുറത്താക്കപ്പെടുന്നു. അതിനുശേഷം നിർബന്ധിത ഘട്ടത്തിൽ ടീമിലേക്ക് വീണ്ടും വേറെ ആളുകളില്ലാത്തത് കൊണ്ടും പരിക്ക് കാരണം നമ്മുടെ ഓപ്പണർ മാറിയതിനു ശേഷവും ജമീമയെ വീണ്ടും ഈ ഒരു 11ലേക്ക് ഉൾപ്പെടുത്തുന്നു. ജമീമ അവസരത്തിനൊത്ത് ഉയർന്ന ഒരു സെഞ്ചുറി തന്നെ കാഴ്ചവെച്ചു. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാണ് ഈ മത്സരം. ഇന്ത്യയിൽ നടക്കുന്ന ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യ ഈ നോക്കൗട്ട് ഘട്ടത്തിലെത്താതെ അല്ലെങ്കിൽ ഫൈനലിൽ എത്താതെ പുറത്തായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഭയങ്കരമായ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ മുന ഒടിക്കാൻ ഈ ജമീമക്ക് കഴിഞ്ഞു. ഫൈനലിലും അവർ തിളങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഉറപ്പായിട്ടും. അപ്പോൾ ജമീമയുടെ ഇന്നിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ആ ഫോമൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് 2 വർഷം മുമ്പ് നടന്നൊരു ലോകകപ്പിന് അവർ ടീമിനെ പരിഗണിച്ചിട്ടില്ല. അതിലവർക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഒരു ഡിപ്രഷൻ സ്റ്റേജുകളിലൂടെയൊക്കെ കടന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ തന്നെ പല താരങ്ങൾക്കും പരിക്കുമറ്റൊക്കെ വരുന്ന സമയത്താണ് വരുന്നത്. 2 മാച്ചിൽ അവർ 0-ന് പുറത്താവുന്നു. ഇംഗ്ലണ്ടിനെതിരെ ഒരു മോശം പ്രകടനം വരുന്നു. ഇംഗ്ലണ്ടിനെതിരെ പിന്നീട് അവർ പുറത്തിരുത്തുന്നു, ടീമിൽ പരിഗണിക്കുന്നേ ഇല്ല. പിന്നെയാണ് ഒരു പ്രധാനപ്പെട്ട മാച്ചിന് ഓസ്ട്രേലിയക്കെതിരെ വരുന്നു. അതിൽ തന്നെ ഒരു അസാധ്യ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ, അതായത് മെന്നായാലും വുമണായാലും ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ചേസിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നും അവിടെ പറക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയെതിരെ വരുമ്പോൾ ജമീമയ്ക്ക് വേറൊരു രസകരമായ കൗതുകമുള്ള റെക്കോർഡ് കൂടിയുണ്ട്. ഇന്ത്യ അവസാനമായിട്ട് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കുന്നത് ശ്രീലങ്കയിൽ വെച്ച് നടന്ന ട്രൈ സീരീസിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ പരാജയപ്പെടുകയാണ് ദക്ഷിണാഫ്രിക്കയോട്. ട്രൈ സീരീസിലാണ് ഇന്ത്യ അവസാനമായിട്ട് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിക്കുന്നത്. ആ സീരീസിൽ ആ മാച്ചിലെ ടോപ്പ് സ്കോറർ ജമീമയായിരുന്നു. അന്നൊരു 123 റൺസ് ജമീമ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പ്രകടനം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജമീമയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിലെ ആദ്യത്തെ 3 മത്സരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ വർഷം ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ജമീമ. കാരണം ഈ വർഷം അവർ കരിയറിൽ 3 ഏകദിന സെഞ്ചുറികളാണ് നേടിയത്. ആ 3 ഈ 2025-ലാണ് നേടിയത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്.